കവളപ്പാറ ദുരന്തം നടന്ന് 6 കൊല്ലം കഴിയുമ്പോഴും കർഷകർ ജപ്തി ഭീഷണിയിലാണ്. കൃഷിഭൂമി വെച്ച് ലോൺ എടുത്തവരാണ് ഇപ്പോഴും ആശങ്കയിൽ കഴിയുന്നത്. പോത്തുകൽ സ്വദേശി അബ്ദുൽ മജീദിന് നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ ഏക സമ്പാദ്യമായ 2.5 ഏക്കർ ഭൂമിയാണ്. ഗൾഫിൽ നിന്ന് സമ്പാദിച്ച പണമെല്ലാം ഉപയോഗിച്ചാണ് കവളപ്പാറയിൽ 2 ഏക്കർ 65 സെന്റ് സ്ഥലം മജീദ് കൃഷി തുടങ്ങാനായി വാങ്ങിയത്. 580 റബ്ബർ ഉണ്ടായിരുന്നു. കുടുംബത്തിനുള്ള ഏക വരുമാനം. ഒരു ദുസ്വപ്നം പോലെ പെയ്തിറങ്ങിയ ആ രാത്രി എല്ലാം കവർന്നു. കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവിടെ മൺകൂനകൾ ഉയർന്നു. എല്ലാം ഒലിച്ചുപോയി. ഈ സ്ഥലം വെച്ച് അബ്ദുൾ മജീദ് 11.5 ലക്ഷം രൂപ കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെയും സർക്കാരിന്റെ ഒരു സഹായഹസ്തവും ഉണ്ടായിട്ടില്ല. ബാങ്കിൽ നിന്ന് റവന്യൂ റിക്കവറി നോട്ടീസ് വന്നു. റവന്യൂ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകി. ബാങ്കിൽ ലോൺ നിൽക്കുന്നു. സ്ഥലമാണെങ്കിൽ ഒന്നും ചെയ്യാനും കഴിയില്ല. വേദനയോടെ അബ്ദുൾ മജീദ് പറയുന്നു. അത് 3 തരം തിരിച്ചിട്ട് ഏറ്റവും താഴെയുള്ള ഭൂമി, അതായത് ആ റോഡിന് ചേർന്നുള്ള ഭൂമി പിന്നെ കൃഷിയോഗ്യമാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ ഭാഗം നോക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതൊന്നും നടന്നിട്ടില്ല. കൃഷി റബ്ബർ ഉണ്ടായിരുന്നു, 580 മരം ഉണ്ടായിരുന്നു. കളക്ടറോട് ചോദിച്ചാൽ ഈ തീരുമാനമാണ് നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. കൃഷി നശിച്ച വകയിൽ 98,000 രൂപ ലഭിച്ചു. പക്ഷേ ഭൂമിക്കായി ഒരു നടപടിയുമില്ല. മുത്തപ്പൻ കുന്നിന്റെ മുകൾ വശത്തായിട്ടാണ് കൃഷിസ്ഥലം. യന്ത്രമിറക്കാൻ പോലും കഴിയാത്തതിനാൽ ലോൺ എഴുതിത്തള്ളണമെന്നാണ് ഇവരുടെ ആവശ്യം. 33 കർഷകരാണ് കോടതിയിൽ പോയത്. എത്രയും വേഗം നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.